നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നോക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ട ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് എന്ന ഭാഗമാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 നമുക്കൊന്ന് നോക്കാം. ഡെഫിനിഷൻസ് എന്തെല്ലാമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ബ്ലെൻഡിംഗ് ആണ്. എന്താണ് ബ്ലെൻഡിംഗ് എന്ന് നമുക്ക് നോക്കാം. ബ്ലെൻഡിംഗ് എന്നാൽ എന്ത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റൂള് 2 സെക്ഷൻ 9 പ്രകാരമാണ് ഈ ബ്ലെൻഡിങ്ങിനെ പറ്റി പറയുന്നത്. ഒരേ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയ രണ്ട് സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരേ തരത്തിലുള്ള വീര്യമുള്ളത് അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതുമായ സ്പിരിറ്റുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്ലെൻഡിങ്. ഇനി എന്താണ് കോമ്പൗണ്ടിങ് എന്ന് നമുക്കൊന്ന് നോക്കാം. കോമ്പൗണ്ടിങ് എന്നാൽ എന്താണ്? കോമ്പൗണ്ടിങ് സെക്ഷൻ 3 സബ് ക്ലോസ് 5 അബ്കാരി ആക്ടിലെ സെക്ഷൻ 3 സബ് ക്ലോസ് 5 പ്രകാരം എന്താണ് കോമ്പൗണ്ടിങ്? ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ കൃത്രിമ നിറങ്ങളോ ഫ്ലേവറോ ചേർത്ത് വിദേശമദ്യം തയ്യാറാക്കുന്ന പ്രക്രിയയാണ് കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ കൃത്രിമ നിറങ്ങളോ ഫ്ലേവറോ ചേർത്ത് വിദേശമദ്യം തയ്യാറാക്കുന്ന പ്രക്രിയ ആണ് കോമ്പൗണ്ടിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ കമ്മീഷണർ അനുമതി നൽകിയിട്ടില്ലാത്ത ഫ്ലേവർ അല്ലെങ്കിൽ നിറം എന്നിവ സ്പിരിറ്റിൽ ചേർക്കാൻ പാടുള്ളതല്ല എന്നാണ് പറയുന്നത്. കമ്മീഷണർ നിശ്ചയിച്ചിട്ടുള്ള അനുപാതത്തിൽ മാത്രമേ ഇവ രണ്ടും മദ്യത്തിൽ ചേർക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് റെഡ്യൂസിംഗ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് റെഡ്യൂസിംഗ്? സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയ ആണ് റെഡ്യൂസിംഗ്. സ്പിരിറ്റിനെ ജലവുമായി സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് റെഡ്യൂസിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫോർട്ടിഫിക്കേഷൻ പ്രക്രിയ എന്ന് നമുക്കൊന്ന് നോക്കാം. വീര്യം കുറഞ്ഞ സ്പിരിറ്റിൻ്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയക്കാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വീര്യം കുറഞ്ഞ സ്പിരിറ്റിൻ്റെ വീര്യം കൂട്ടുന്ന പ്രക്രിയയാണ് ഫോർട്ടിഫിക്കേഷൻ. വീര്യം കുറഞ്ഞ സ്പിരിറ്റിൽ വീര്യം കൂട്ടുന്നതിനായിട്ട് എത്രത്തോളം വീര്യമുള്ള സ്പിരിറ്റ് ഇതിൽ ചേർക്കുന്നുണ്ടോ അതിൻ്റെ കൃത്യമായ അളവ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. താരിഫ് നിരക്കിലെ ഡ്യൂട്ടി മുൻകൂറായി അടക്കുകയും വീര്യം കുറഞ്ഞ സ്പിരിറ്റിൻ്റെ വീര്യം കൂട്ടുന്നതിന് ഉപയോഗിച്ച അത്രയും അളവിലുള്ള സ്പിരിറ്റിൻ്റെ വിലയും നിർബന്ധമായും കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് ENA എന്ന് നമുക്കൊന്ന് നോക്കാം. ENA എന്നാൽ എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കളാണ് ENA എന്ന് പറയുന്നത്. ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രാഥമിക അസംസ്കൃത വസ്തുക്കളാണ് ENA എന്ന് പറയുന്നത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. നിറമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ ഫുഡ് ഗ്രേഡ് ആൽക്കഹോൾ എന്നാണ് ENA അറിയപ്പെടുന്നത്. നിറമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ ഫുഡ് ഗ്രേഡ് ആൽക്കഹോൾ എന്നാണ് ENA അറിയപ്പെടുന്നത്. സാധാരണയായി ENA 95% മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ 95% മദ്യം അടങ്ങിയിരിക്കുന്നവിടെ ENA ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ നിന്നൊക്കെയാണ്? കരിമ്പിൽ നിന്നും മൊളാസസിൽ നിന്നും ധാന്യങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് ENA ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ENA ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? വൈനിലുണ്ട്, വിസ്കിയിലുണ്ട്, വോഡ്കയിലുണ്ട്, ജിന്നിലുണ്ട്, മറ്റ് മദ്യങ്ങളിലും മദ്യപാനീയങ്ങളിലെയും ഉൽപ്പാദനത്തിന് ENA ഉപയോഗിക്കുന്നുണ്ട്. ഇനി ENA ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ENA ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഫീസ് നിശ്ചയിക്കുന്നത് എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്ന മറ്റുദ്യോഗസ്ഥരാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ENA ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഫീസ് നിശ്ചയിക്കുന്നത്. ഒരിക്കൽ നിശ്ചയിച്ച ഫീസ് കാലാനുസൃതമായിട്ട് മാറ്റം വരുത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. ENA ഇറക്കുമതി ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന നിലവിലെ ഫീസ് എത്രയാണത്? 10,000 രൂപയാണ് ENA ഇറക്കുമതി ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇനി ENA ഇറക്കുമതിക്കുള്ള ലൈസൻസിനായിട്ട് സമർപ്പിക്കേണ്ട ഒരു ഫോറമുണ്ട്. ആ ഫോറമാണ് ഫോറം 4A എന്ന് പറയുന്നത്. ഈ ഫോറത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. എന്താണ് RS എന്ന് നോക്കാം നമുക്ക്. റെക്ടിഫൈഡ് സ്പിരിറ്റിനെയാണ് RS എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റിനെയാണ് RS എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഉയർന്ന ഗാഢതയുള്ള ശുദ്ധീകരിക്കാത്ത എഥനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് അഥവാ റെക്ടിഫൈഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത്.
ഉയർന്ന ഗാഢതയുള്ള ശുദ്ധീകരിക്കാത്ത എഥനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് അഥവാ റെക്ടിഫൈഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇതിൽ 95% ആൽക്കഹോളും അടങ്ങിയിരിക്കുന്നുണ്ട്. ഈസ്റ്റ് ഉപയോഗിച്ച് മൊളാസസിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈസ്റ്റ് ഉപയോഗിച്ച് മൊളാസസിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. 7% മുതൽ 8% വരെ എഥനോൾ അടങ്ങിയിരിക്കുന്ന പുളിപ്പിച്ച മൊളാസസിൽ നിന്ന് ലളിതമായ ഡിസ്റ്റിലേഷൻ പ്രക്രിയ വഴിയാണ് 4.5% ജലമിശ്രിതത്തോടു കൂടിയ 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. 7% മുതൽ 8% വരെ എഥനോൾ അടങ്ങിയിരിക്കുന്ന പുളിപ്പിച്ച മൊളാസസിൽ നിന്ന് ലളിതമായ ഡിസ്റ്റിലേഷൻ പ്രക്രിയ വഴിയാണ് 4.5% ജലമിശ്രിതത്തോടു കൂടിയ 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ? എഥനോൾ എന്ന രാസസംയുക്തത്തിൻ്റെ പൊതുവായ പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എഥനോൾ എന്ന രാസസംയുക്തത്തിൻ്റെ പൊതുവായ പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നത്. 99.5% ബൈ വോള്യം ഈഥൈൽ ആൽക്കഹോളിൽ കുറയാത്ത ഗാഢതയുള്ള ശുദ്ധമായ മദ്യത്തിനെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈഥൈൽ ആൽക്കഹോളിൽ 99.5% ഗാഢതയുണ്ടെങ്കിൽ അതിനെയാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റിൽ നിന്നും ജലം പരമാവധി നീക്കം ചെയ്ത് അതിൽ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോളായി തീരണമെങ്കിൽ ഈഥൈൽ ആൽക്കഹോളിൽ എത്ര ശതമാനത്തിൽ കൂടുതൽ വെള്ളം അടങ്ങിയിരിക്കരുതെന്നാണ് പറയുന്നത്? 1% കൂടുതൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആൽക്കഹോളിക് ബീവറേജസിൽ കാണപ്പെടുന്ന മദ്യമാണ് എഥനോൾ എന്ന് പറയുന്നത്. ആൽക്കഹോളിക് ബീവറേജസിൽ കാണപ്പെടുന്ന മദ്യമാണ് എഥനോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോൾ അറിയപ്പെടുന്ന പേരുകൾ എന്തെല്ലാമാണ്? എഥനോൾ എന്നും ഈഥൈൽ ആൽക്കഹോൾ എന്നും ശുദ്ധമദ്യമെന്നും ധാന്യമദ്യമെന്നുമാണ് ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ അറിയപ്പെടുന്ന പേര്. അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് പൊട്ടാസ്യം കാർബണേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ബെൻസീൻ, ഗ്ലിസറിൻ, പെട്രോൾ, സംസ്കരിച്ച പദാർത്ഥങ്ങൾ എന്നിവ. പൊട്ടാസ്യം കാർബണേറ്റ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ബെൻസീൻ, ഗ്ലിസറിൻ, പെട്രോൾ, സംസ്കരിച്ച പദാർത്ഥങ്ങൾ എന്നിവയാണ് അബ്സല്യൂട്ട് ആൽക്കഹോളിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ. എന്താണ് ഗേജിംഗ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗേജിംഗ്? പ്രൂഫ് നിർണ്ണയിക്കുകയും വാറ്റിയെടുത്ത സ്പിരിറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഗേജിംഗ് എന്ന് പറയുന്നത്. ഗേജിംഗ് എന്നും ഗോജിംഗ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. പ്രൂഫ് നിർണ്ണയിക്കുകയും വാറ്റിയെടുത്ത സ്പിരിറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഗോജിംഗ് എന്ന് പറയുന്നത്. കെമിക്കൽ ഫോർമുല ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. കെമിക്കൽ ഫോർമുല ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ. അബ്കാരി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന മദ്യം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ എന്നത്. അബ്കാരി നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന മദ്യം എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ എന്നത്. ഈഥൈൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രവാക്യമാണ് C2H2OH എന്നത്. ഈഥൈൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രവാക്യമാണ് C2H2OH എന്നത്. മീഥൈൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രവാക്യമാണ് മെഥനോൾ എന്നത്. മീഥൈൽ ആൽക്കഹോളിൻ്റെ
രാസസൂത്രവാക്യമാണ് മെത്തനോൾ, അതിനാണ് CH2OH എന്നത്. ഇനി എന്താണ് ഡിനാച്വേർഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഡീനാച്വേർഡ് സ്പിരിറ്റ്? റൂൾ 75 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. മനുഷ്യ ഉപഭോഗത്തിന് ഒരിക്കലും അനുയോജ്യമല്ലാത്ത തരത്തിൽ ഒന്നോ അതിലധികമോ രാസപദാർത്ഥങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന എഥനോളാണ് ഡീനാച്വേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. മനുഷ്യ ഉപഭോഗത്തിന് ഒരിക്കലും അനുയോജ്യമല്ലാത്ത തരത്തിൽ ഒന്നോ അതിലധികമോ രാസപദാർത്ഥങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന എഥനോൾ, അതാണ് ഡീനാച്വേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഡെൻസ്റ്ററൻസ് എന്താണ് നമുക്കൊന്ന് നോക്കാം. സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഡെൻസ്റ്ററൻസ് എന്താണ്? ലൈറ്റ്, കോച്ചിക്, ഫിരിഡിൻ, വുഡ് നാഫ്ത, ഫോർമൽഡിഹൈഡ്, ബെൻസീൻ എന്നിവയാണ്. ഇനി ഡീനാച്വേർഡ് ആൽക്കഹോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല എന്ന ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അബ്കാരി നിയമത്തിലെ വകുപ്പ് 55B പ്രകാരം മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത തരത്തിൽ ഡീനാച്വേർഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത് ശിക്ഷാർഹമാണെന്നാണ് പറയുന്നത്. അബ്കാരി നിയമത്തിലെ വകുപ്പ് 55B പ്രകാരം മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത തരത്തിൽ ഡീനാച്വേർഡ് സ്പിരിറ്റ് ഉണ്ടാക്കുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. ഇത്തരം കുറ്റം ചെയ്താലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം വരെയാകാവുന്ന തടവും 25,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ് നൽകുന്നത്. സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ ഉണ്ട്. എന്താണ് സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ എന്ന് നമുക്ക് നോക്കാം. ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. ആൽക്കഹോളിൻ്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത്. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1 പോയിൻ്റാണ് അല്ലേ, 1 സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1. ജലവും ആൽക്കഹോളും അടങ്ങിയ മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.794-നും 1-നും ഇടയിലാണ് ജലവും ആൽക്കഹോളും അടങ്ങിയ മിശ്രിതത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പ്രൂഫ് റൊട്ടേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രൂഫ് റൊട്ടേഷൻ എന്താണ്? പ്രൂഫ് റൊട്ടേഷൻ നമുക്ക് നോക്കാം. മദ്യത്തിൽ എത്രത്തോളം എഥനോളിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ പ്രൂഫ് എന്ന് പറയുന്നത്. മദ്യത്തിൽ എഥനോളിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ പ്രൂഫ് എന്ന് പറയുന്നത്. പ്രൂഫ് ഈസ് ഡിഫൈൻഡ് ആസ് ട്വൈസ് ദ ആൽക്കഹോൾ കണ്ടൻറ്റ് ബൈ വോളിയം. അതായത് 100 പ്രൂഫിൽ 50% ആൽക്കഹോൾ അടങ്ങിയിരിക്കുമെന്നും 120 പ്രൂഫിൽ 60% ആൽക്കഹോൾ അടങ്ങിയിരിക്കുമെന്നും 80 പ്രൂഫിൽ 40% ആൽക്കഹോളാണ് എന്നുമാണ് പറയുന്നത്. ഈ കണക്കുകൂട്ടൽ പ്രക്രിയ ആദ്യമായി കണ്ടെത്തിയത് UK-യിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൂഫ് പ്രക്രിയ ആദ്യമായി കണ്ടെത്തിയത് UK-യിലാണ്. മദ്യക്കുപ്പികളുടെ ലേബലുകളിൽ കാണുന്ന വോള്യം ബൈ വോള്യം അടിസ്ഥാനപരമായി വോളിയം അനുസരിച്ചുള്ള മദ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ മദ്യക്കുപ്പികളുടെ ലേബലിൽ കാണുന്ന V/V എന്നത് അടിസ്ഥാനപരമായിട്ട് വോളിയം അനുസരിച്ചുള്ള മദ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ആൽക്കഹോളിൻ്റെ വോളിയം എത്രയാണ് എന്നാണ് പറയുന്നത്. സർക്കാർ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നതിന് പ്രൂഫ് സഹായിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൂഫ് സർക്കാർ നിയന്ത്രിത ഉള്ളടക്കത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത്തരം മദ്യം എവിടെയും വിൽക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിയന്ത്രിത അളവെത്രയാണ്? 42.8 V/V പ്രൂഫായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന ഇറക്കുമതി ചെയ്തതും ഇന്ത്യൻ നിർമ്മിതവുമായ വിദേശ സ്പിരിറ്റുകളുടെ ഏറ്റവും കുറഞ്ഞ ഗാഢത നിശ്ചയിച്ചിരിക്കുന്നത് 35° UP ആണ്. മറ്റു തരത്തിലുള്ള സ്പിരിറ്റുകളുടെ ഗാഢത എന്ന് പറയുന്നത് 25° UP ആണ്. ബിയർ വിൽക്കാവുന്ന കൂടിയ ഗാഢത എന്ന് പറയുന്നത് 6% V/V ആണ്. വിൽക്കുന്ന വൈനിലെ ആൽക്കഹോളിൻ്റെ കൂടിയ ഗാഢത 8% മുതൽ 15.5% V/V ആണ്. അതായത് V/V എന്താണ് എന്ന് നമ്മളിവിടെ പറഞ്ഞു? ആപേക്ഷിക വ്യാപ്തതയാണ്. അതായത് ആൽക്കഹോൾ ബൈ വോളിയം എന്നുള്ളതാണ് V/V എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിയർ വിൽക്കാവുന്ന കൂടിയ ഗാഢത എന്ന് പറയുന്നത് 6% V/Vയും വിൽക്കുന്ന വൈനിലെ ആൽക്കഹോളിൻ്റെ കൂടിയ ഗാഢത 8% മുതൽ 15.5% V/Vയുമാണ്. പനയിൽ നിന്നെടുക്കുന്ന കള്ളിൻ്റെ ഗാഢത 5.2% V/Vയിൽ കൂടാൻ പാടില്ല എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്.
തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ളിന് ഗാഢത 8.1% V/V കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. മറ്റ് പനവിഭവങ്ങളിൽ നിന്നെടുക്കുന്ന കള്ളിൻ്റെ ഗാഢത 5.9% V/Vയും കൂടാൻ പാടില്ല. ഇനി പ്രൂഫ് റിലേഷൻസ് ഉണ്ട്. എന്താണ് പ്രൂഫ് റിലേഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1 ലിറ്റർ അബ്സല്യൂട്ട് ആൽക്കഹോൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ 1.75 ലിറ്റർ പ്രൂഫ് സ്പിരിറ്റാക്കി മാറ്റാമെന്നാണ് പറയുന്നത്. 1 ലിറ്റർ അബ്സല്യൂട്ട് ആൽക്കഹോൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ 1.75 ലിറ്റർ പ്രൂഫ് സ്പിരിറ്റാക്കി മാറ്റാം എന്നുള്ളതാണ് പറയുന്നത്. അതാണ് പ്രൂഫ് റിലേഷൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മൊളാസസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മൊളാസസ് മനുഷ്യർ മധുരപലഹാരമായിട്ട് ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഒരു സിറപ്പിനെയാണ് മൊളാസസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇത് പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഒരു ഉപോൽപ്പന്നമാണെന്നാണ് പറയുന്നത്. മൊളാസസ് ഉൽപ്പാദിപ്പിക്കുന്നത് ചതച്ച കരിമ്പിൽ നിന്നോ ഷുഗർ ബീറ്റിൽ നിന്നോ ജ്യൂസ് തിളപ്പിച്ച് പഞ്ചസാര പലരുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ജ്യൂസിൽ നിന്ന് ആ പരലുകൾ നീക്കം ചെയ്ത ശേഷം അവശേഷിക്കുന്ന സിറപ്പിനെയാണ് മൊളാസസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊളാസസ് ഉൽപ്പാദിപ്പിക്കുന്നത് ചതച്ച കരിമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗർ ബീറ്റിൽ നിന്നാണ്. ജ്യൂസ് തിളപ്പിച്ച് പഞ്ചസാര പലരുകൾ ഉണ്ടാക്കിയ ശേഷം അത് ജ്യൂസിൽ നിന്ന് പരലുകൾ നീക്കം ചെയ്ത ശേഷം അവശേഷിക്കുന്ന സിറപ്പിനെയാണ് മൊളാസസ് എന്ന് പേരിട്ട് പറയുന്നത്. മൊളാസസിൻ്റെ നിറം എന്ന് പറയുന്നത് കടും തവിട്ട് നിറമാണ് മൊളാസസിൻ്റെ നിറം എന്ന് പറയുന്നത്. മൊളാസസ് ഡിസ്റ്റിലറികളിൽ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം എന്താണ്? അത് നീല നിറമാണ്. മൊളാസസ് ഡിസ്റ്റിലറികളിൽ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല നിറമാണ്. വാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക ചേരുവകളിൽ ഒന്നാണ് മൊളാസസ് എന്ന് പറയുന്നത്. വാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക ചേരുവകളിൽ ഒന്നാണ് മൊളാസസ്. മൊളാസസിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വിവിധ ഗ്രേഡുകളാക്കി തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഫെർമെൻറ്റേഷൻ പ്രക്രിയയിൽ ഊർജ്ജസ്രോതസ്സായി ഉപയോഗിക്കുന്നത് എന്താണ്? മൊളാസസ് ആണ്. ഫെർമെൻറ്റേഷൻ പ്രക്രിയയിൽ ഊർജ്ജസ്രോതസ്സായി ഉപയോഗിക്കുന്നത് മൊളാസസ് ആണ്. ഫെർമെൻറ്റേഷൻ വഴി മൊളാസസിൽ ഏകദേശം 95% പഞ്ചസാരയെയും മദ്യമാക്കി മാറ്റാനായിട്ട് കഴിയും. ഫെർമെൻറ്റേഷൻ വഴി മൊളാസസിലെ ഏകദേശം 95% പഞ്ചസാരയെയും മദ്യമാക്കി മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ഈസ്റ്റ്, പൂപ്പൽ, ബാക്ടീരിയ എന്നിവയെ വളർത്താനായിട്ട് മൊളാസസ് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് എന്താണ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നൊന്ന് നോക്കാം. ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ ഉപഭോഗത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രേപ്പ് വൈനോ മാൾട്ട് വൈനോ ഉൾപ്പെടെയുള്ള മദ്യങ്ങളെയാണ് ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ ഉപഭോഗത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രേപ്പ് വൈനോ മാൾട്ട് വൈനോ ഉൾപ്പെടെയുള്ള മദ്യങ്ങളെയാണ് ന്യൂട്രൽ സ്പിരിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡിസ്റ്റിലേഷൻ എന്താണ്? ഡിസ്റ്റിലേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഡിസ്റ്റിലേഷൻ? നേരത്തെ തന്നെ പുളിപ്പിച്ച് വച്ചിരിക്കുന്നതായ അടിസ്ഥാന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉയർന്ന ABV പാനീയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പുളിപ്പിച്ച് വച്ചിരിക്കുന്നതായ അടിസ്ഥാന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉയർന്ന ABV പാനീയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ആണ് ഡിസ്റ്റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തെ താപം നൽകി ബാഷ്പീകരിക്കുകയും അതിനെ തണുപ്പിച്ച് ദ്രവീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അതാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തെ താപം നൽകി ബാഷ്പീകരിക്കുകയും അതിനെ തണുപ്പിച്ച് ദ്രവീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷനിലൂടെ ദ്രാവക മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാറുണ്ട്. ഡിസ്റ്റിലേഷനിലൂടെ ദ്രാവിത മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാറുണ്ട്. ഉദാഹരണം, ബിയർ വോട്ടിൻ്റെ ഡിസ്റ്റിലേഷൻ വഴി വിസ്കിയാണ് ഉണ്ടാക്കുന്നത്. വൈനിൻ്റെ ഡിസ്റ്റിലേഷൻ വഴി ബ്രാൻഡിയും ഉണ്ടാക്കുന്നു. ഡിസ്റ്റിലേഷനിലൂടെ ദ്രാവക മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്നതിന് ഉദാഹരണമാണ് ബിയർ വോട്ടിൻ്റെ ഡിസ്റ്റിലേഷൻ വഴി വിസ്കി ഉണ്ടാക്കുന്നതും വൈനിൻ്റെ ഡിസ്റ്റിലേഷൻ വഴി ബ്രാൻഡി ഉണ്ടാക്കുന്നതും. ഇനി എന്താണ് ഫെർമെൻറ്റേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. പഞ്ചസാരയെ മദ്യമാക്കി മാറ്റാൻ ഈസ്റ്റ് ഉപയോഗിക്കുന്ന പ്രക്രിയ ആണ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. പഞ്ചസാരയെ മദ്യമാക്കി മാറ്റാൻ ഈസ്റ്റ് ഉപയോഗിക്കുന്ന പ്രക്രിയ ആണ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രൂഫ് സ്പിരിറ്റ് എന്താണ്? പ്രൂഫ് സ്പിരിറ്റ് എന്ന് നമുക്ക് നോക്കാം. എഥനോൾ അഥവാ CH2OH, വെള്ളം എന്നിവയുടെ മിശ്രിതം പ്രൂഫ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എഥനോളിൻ്റെയും വെള്ളത്തിൻ്റെയും മിശ്രിതമാണ് പ്രൂഫ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലണ്ടൻ പ്രൂഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രൂഫ് സ്പിരിറ്റ് ആണ്. ലണ്ടൻ സ്പിരിറ്റ് എന്ന പേരിൽ അല്ലെങ്കിൽ ലണ്ടൻ പ്രൂഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രൂഫ് സ്പിരിറ്റ് ആണ്.
1 ലിറ്റർ അബ്സല്യൂട്ട് ആൽക്കഹോൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ 1.75 ലിറ്റർ പ്രൂഫ് സ്പിരിറ്റാക്കി മാറ്റാമെന്നാണ് പറയുന്നത്. 1 ലിറ്റർ അബ്സല്യൂട്ട് ആൽക്കഹോൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ 1.75 ലിറ്റർ പ്രൂഫ് സ്പിരിറ്റാക്കി മാറ്റാം എന്ന് പറയുന്നുണ്ട്. റെക്ടിഫിക്കേഷൻ. എന്താണ് റെക്ടിഫിക്കേഷൻ? നിറം ചേർക്കൽ, ഫ്ലേവർ ചേർക്കൽ, ശുദ്ധീകരിക്കൽ തുടങ്ങിയ മദ്യനിർമ്മാണത്തിൽ ഏത് ഘട്ടത്തെയും റെക്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിറം ചേർക്കൽ, ഫ്ലേവർ ചേർക്കൽ, ശുദ്ധീകരിക്കൽ തുടങ്ങിയ മദ്യനിർമ്മാണത്തിൽ ഏത് ഘട്ടത്തെയും റെക്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 0.219 ഗാലൺ, അതായത് 1 ലിറ്റർ എന്ന അളവിന് തുല്യമായ അളവിലുള്ള മദ്യത്തെ സൂചിപ്പിക്കുന്നു. അതായത് 0.219 ഗാലൺ 1 ലിറ്റർ എന്ന അളവിന് തുല്യമായ അളവിലുള്ള മദ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇതാണ് ബൾക്ക് ലിറ്റർ എന്ന് പറയുന്നത്. ബോട്ടിലിംഗ് ഉണ്ട്. സെക്ഷൻ 3 സബ്ക്ലോസ് 19A ആണ് ബോട്ടിലിംഗ് എന്ന് പറയുന്നത്. മദ്യം ഒരു വീപ്പയിൽ നിന്ന് മറ്റേതെങ്കിലും ജാറിലേക്കോ ഫ്ലാസ്ക് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കുപ്പികളിലേക്കോ മാറ്റുന്ന പ്രക്രിയയാണ് ബോട്ടിലിംഗ് എന്ന് പറയുന്നത്. മദ്യം ഒരു വീപ്പയിൽ നിന്ന് മറ്റേതെങ്കിലും ജാറിലേക്കോ ഫ്ലാസ്ക് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും കുപ്പികളിലേക്കോ മാറ്റുന്ന പ്രക്രിയയാണ് ബോട്ടിലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ റീബോട്ടിലിംഗും ഉൾപ്പെടുന്നതാണ്. എക്സൈസ് കമ്മീഷണറുടെ അനുമതി ലഭിച്ചിട്ടുള്ള വെയർഹൗസുകൾക്ക് മാത്രമാണ് ബോട്ടിലിംഗ് നടത്താനായിട്ട് സാധിക്കുന്നത്. എക്സൈസ് കമ്മീഷണറുടെ അനുമതി ലഭിച്ചിട്ടുള്ള വെയർഹൗസുകൾക്ക് മാത്രമാണ് ബോട്ടിലിംഗ് നടത്താനായിട്ട് സാധിക്കുന്നത്. വേസ്റ്റേജ്. എന്താണ് വേസ്റ്റേജ് എന്ന് നമുക്കൊന്ന് നോക്കാം. മദ്യം സംഭരിക്കുക, നിർമ്മിക്കുക, കടത്തുക തുടങ്ങി എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റെ വേസ്റ്റേജ് ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാത്തരം വേസ്റ്റേജിനും നികുതി ഈടാക്കേണ്ടതുണ്ട്. മദ്യം സംഭരിക്കുക, നിർമ്മിക്കുക, കടത്തുക തുടങ്ങി എല്ലാ സന്ദർഭങ്ങളിലും അതിൻ്റെ വേസ്റ്റേജ് ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാത്തരം വേസ്റ്റേജിനും നികുതി ഈടാക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ് വേസ്റ്റേജ് നിയമം. ഇനി വെയർഹൗസ് നോക്കാം. എന്താണ് വെയർഹൗസ്? സെക്ഷൻ 3 സബ്ക്ലോസ് 25 ആണ് വെയർഹൗസ് എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ മദ്യനിർമ്മാണം നടക്കുന്ന ഡിസ്റ്റിലറിയുടെ ഭാഗമായി വരുന്നതോ അല്ലെങ്കിൽ പ്രത്യേകമായി നിലകൊള്ളുന്നതോ ആയ കെട്ടിടമാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ മദ്യനിർമ്മാണം നടക്കുന്ന ഡിസ്റ്റിലറിയുടെ ഭാഗമായി വരുന്നതോ അല്ലെങ്കിൽ പ്രത്യേകമായി നിലകൊള്ളുന്നതോ ആയ കെട്ടിടമാണ് വെയർഹൗസ് എന്ന് പറയുന്നത്. നിയമത്തിലെ വ്യവസ്ഥകളോ ചട്ടങ്ങളോ അനുസരിച്ച് ലൈസൻസ് പ്രകാരം സ്ഥാപിച്ച വെയർഹൗസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിയമത്തിലെ വ്യവസ്ഥകളോ ചട്ടങ്ങളോ അനുസരിച്ച് ലൈസൻസ് പ്രകാരം സ്ഥാപിച്ച വെയർഹൗസുകളും ഇതിൽ ഉൾപ്പെടാറുണ്ട്. എക്സൈസ് ടിക്കറ്റ് ലോക്സ് ഉണ്ട്. എന്താണ് എക്സൈസ് ടിക്കറ്റ് ലോക്സ് എന്ന് നോക്കാം. ബോണ്ട് വ്യവസ്ഥ പ്രകാരം സ്വീകരിച്ച മദ്യമോ മറ്റു പദാർത്ഥങ്ങളോ സംഭരിച്ചു വെച്ചിരിക്കുന്ന വെസലിൻ്റെ ക്രമീകരണത്തിനായി ഉപയോഗിക്കുന്നതാണ് ടിക്കറ്റ് ലോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബോണ്ട് വ്യവസ്ഥ പ്രകാരം സ്വീകരിച്ച മദ്യമോ മറ്റു പദാർത്ഥങ്ങളെ സംഭരിച്ചിരിക്കുന്ന വെസൽസിൻ്റെ ക്രമീകരണത്തിനായി ഉപയോഗിക്കുന്നതാണ് ടിക്കറ്റ് ലോക്സ് എന്ന് പറയുന്നത്. ബോണ്ട് വ്യവസ്ഥ പ്രകാരം വന്നിട്ടുള്ള മദ്യം, കറുപ്പ്, ഇന്ത്യൻ ഹെമ്പ്, മയക്കുമരുന്നുകൾ എന്നിവ സ്ഥിരമായി സൂക്ഷിക്കുന്ന വെസലിന് നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടി തുക അടയ്ക്കാതിരുന്നാൽ അവ ടിക്കറ്റ് ലോക്സുകളിൽ എക്സൈസ് വകുപ്പ് സൂക്ഷിച്ചിരിക്കണമെന്ന ഒരു വ്യവസ്ഥയുണ്ട്. ബോണ്ട് വ്യവസ്ഥ പ്രകാരം വന്നിട്ടുള്ള മദ്യം, കറുപ്പ്, ഇന്ത്യൻ ഹെമ്പ്, മയക്കുമരുന്നുകൾ എന്നിവ സ്ഥിരമായി സൂക്ഷിക്കുന്ന വെസലിനെ നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടി തുക അടയ്ക്കാതിരുന്നാൽ അവ ടിക്കറ്റ് ലോക്കുകളിൽ എക്സൈസ് വകുപ്പ് സൂക്ഷിച്ചിരിക്കണം എന്ന ഒരു വ്യവസ്ഥ നിലവിലുണ്ട്. പോർട്ടബിൾ ആൻഡ് നോൺ പോർട്ടബിൾ ആൽക്കഹോൾ. പോർട്ടബിൾ ആൻഡ് നോൺ പോർട്ടബിൾ ആൽക്കഹോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പോർട്ടബിൾ ആൽക്കഹോൾ അഥവാ കുടിക്കാവുന്ന മദ്യമാണ്. എന്താണ് പോർട്ടബിൾ ആൽക്കഹോൾ അഥവാ കുടിക്കാവുന്ന മദ്യം? വളരെ ശുദ്ധീകരിച്ചതും കുടിക്കാൻ ഉപയോഗമുള്ളതുമായ മദ്യമാണ് പോർട്ടബിൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. പോർട്ടബിൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് വളരെ ശുദ്ധീകരിച്ചതും കുടിക്കാൻ ഉപയോഗിക്കുന്നതുമായ മദ്യമാണ് പോർട്ടബിൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. പോർട്ടബിൾ ഹൈ പ്യുവർ ആൽക്കഹോൾ. എന്താണ് പോർട്ടബിൾ ഹൈ പ്യുവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്? ഈസ്റ്റ് ഉപയോഗിച്ച് പഞ്ചസാരയുടെ ഫെർമെൻറ്റേഷൻ പ്രക്രിയ വഴി പ്രകൃതിദത്ത പോർട്ടബിൾ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് കിട്ടുന്ന എഥനോൾ ഒന്നിലധികം ഡിസ്റ്റിലേഷൻ, റെക്ടിഫിക്കേഷൻ പ്രക്രിയകൾക്ക് ശേഷം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ഫെർമെൻറ്റഡ് ലിക്കർ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. കള്ള്, ബിയർ, വൈൻ ഇവയാണ് ഫെർമെൻറ്റഡ് ലിക്കർ എക്സാമ്പിൾസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്.
ഡിസ്റ്റിൽഡ് ലിക്കർ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ബ്രാൻഡി, വിസ്കി, സ്കോച്ച്, റം, ജിൻ, വോഡ്ക, ചാരായം, കൊക്കോ ബ്രാൻഡി എന്നിവയാണ് ഡിസ്റ്റിൽഡ് ലിക്കർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നോൺ പോർട്ടബിൾ ആൽക്കഹോൾ നോക്കാം. കുടിക്കാൻ കഴിയാത്ത മദ്യത്തിനെയാണ് നോൺ പോർട്ടബിൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. കുടിക്കാൻ കഴിയാത്ത എത്തനോളിനെയാണ് നോൺ പോർട്ടബിൾ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇനി ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ ഉണ്ട്. എന്താണ് ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ എന്ന് നോക്കാം. മദ്യത്തിൽ വിഷമുള്ളതും കൈപ്പേറിയതുമായ ഡീനാച്ചുറൻ്റ് ചേർത്ത് അതിനെ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത ഡീനാച്ചുവേർഡ് ആൽക്കഹോളാക്കി മാറ്റുന്നു. മദ്യത്തിൽ വിഷമുള്ളതും കൈപ്പേറിയതുമായ ഡീനാച്ചുറൻ്റ് ചേർത്ത് അതിനെ മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത ഡീനാച്ചുവേർഡ് ആൽക്കഹോളാക്കി മാറ്റുന്നു. ഇൻഡസ്ട്രിയൽ മെഥിലേറ്റഡ് സ്പിരിറ്റ്സ് IMS, ട്രേഡ് സ്പെസിഫിക് ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ TSDA ഓർ ഇൻഡസ്ട്രിയൽ ഡീനാച്ചുവേർഡ് ആൽക്കഹോൾ എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. ട്രാജഡീസ് ഡ്യൂ ടു കൺസംഷൻ ഓഫ് പോയ്സണസ് ലിക്കർ. വിഷമദ്യം ഉപയോഗിച്ചുണ്ടാകുന്ന പ്രധാനപ്പെട്ട ദുരന്തങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യം അല്ലേ, അതാണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ എന്ന് പറയുന്നത്. മദ്യദുരന്തങ്ങൾക്ക് പ്രധാന കാരണമായിട്ട് വരുന്നത് മീഥൈൽ ആൽക്കഹോൾ അഥവാ മെത്തനോൾ ചേർക്കുന്നതാണ്. മദ്യത്തിന് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെത്തനോൾ ചേർക്കുന്നത്. മെത്തനോൾ ചേർക്കുന്ന അളവിന് വ്യത്യാസം വരുമ്പോൾ അത് വിഷമദ്യമായി മാറുകയും ദുരന്തത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വൈപ്പിൻ വിഷമദ്യ ദുരന്തം. കേരളത്തിലെ പ്രധാനപ്പെട്ട മദ്യ ദുരന്തങ്ങളിൽ ഒന്നാണ് വൈപ്പിൻ വിഷമദ്യ ദുരന്തം. വൈപ്പിൻ വിഷമദ്യ ദുരന്തമുണ്ടായ വർഷം 1982 എറണാകുളം ജില്ലയിലാണ് ഇത്. അബ്കാരി അമെൻമെൻറ്റ് ഓർഡിനൻസ് 1983 ദുരന്തം, അതാണ് ഈ നിയമത്തിന് കാരണമായത്. അപ്പോൾ വൈപ്പിൻ വിഷമദ്യ ദുരന്തമുണ്ടായ വർഷമാണ് 1982 എറണാകുളത്താണ് ഇത്. ദ അബ്കാരി അമെൻമെൻറ്റ് ഓർഡിനൻസ് 1983 കാരണമായ നിയമം ഈ ദുരന്തമായിരുന്നു. അടുത്തത് വൈപ്പിൻ വിഷമദ്യ ദുരന്തം എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് അത്. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം നടന്ന വർഷം 2000 ഒക്ടോബർ 21 കൊല്ലം ജില്ലയിലാണ് കല്ലുവാതുക്കൽ. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം അന്വേഷിച്ച പോലീസ് ഓഫീസറാണ് സിബി മാത്യൂസ്. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് വിഷമദ്യ ദുരന്തം നടന്ന വർഷമാണ് 2010 സെപ്റ്റംബർ എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് വിഷമദ്യ ദുരന്തം നടന്ന വർഷമാണ് 2010 സെപ്റ്റംബർ. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം അന്വേഷിച്ച സമിതിയുടെ തലവനാണ് M. രാജേന്ദ്രൻ നായരാണ്. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തം അന്വേഷിച്ച സമിതിയുടെ തലവനാണ് M. രാജേന്ദ്രൻ നായർ. മലപ്പുറം മദ്യദുരന്തം നടന്ന വർഷം 2010. മലപ്പുറം മദ്യദുരന്തം നടന്ന വർഷം 2010. വാളയാർ മദ്യദുരന്തം നടന്ന വർഷം 2020 പാലക്കാടാണ്. വാളയാർ മദ്യദുരന്തം നടന്ന വർഷം 2020 പാലക്കാടാണ്. നമ്മളിപ്പോൾ നോക്കിയത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരുന്ന ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് 1968 കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്.